പാർലമെൻറ്റ് ചാപ്ലിനായിരുന്ന പീറ്റർ മാർഷൽ അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്ത് സ്കോട്ട്ലാൻഡിൻ്റെ ഒരു ഇടവഴിയിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ പിറകിൽ നിന്ന് വൈകിയ വേളയിൽ ആരോ വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. സാധാരണയായി അദ്ദേഹം കടന്നു പോകാറുള്ളത് മറ്റൊരു വഴിയായിരുന്നു. എന്നാൽ വളരെ വീട്ടിൽ പോകാൻ അദ്ദേഹം താമസിച്ചതുകൊണ്ട് അന്നത്തെ യാത്ര ആ ഇടവഴിയിലൂടെ അദ്ദേഹം സെലക്ട് ചെയ്യുകയായിരുന്നു. മുന്നോട്ട് കടന്നു പോകുമ്പോൾ വീണ്ടും ആരോ വിളിക്കുന്നു, പീറ്റർ നീ തിരിഞ്ഞു നടക്ക്. അദ്ദേഹം ആ ശബ്ദം ശ്രവിക്കാതെ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. വീണ്ടും ആ ശബ്ദം കേട്ടു, പീറ്റർ നീ മുന്നോട്ട് നടക്ക്, നീ പിന്നോട്ട് വാ. ആ ശബ്ദം കേൾക്കാതെ വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തൊട്ടു മുൻപിലുണ്ടായിരുന്ന ചെറിയ ഒരു കുഴിയിൽ കാല് തട്ടി വന്നു വീണു. അദ്ദേഹത്തിന് മനസ്സിലായി മുന്നോട്ട് കടന്നു പോകുന്നത് അപകടം നിറഞ്ഞ വഴിയാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ എഴുന്നേറ്റിട്ട് മടങ്ങി താൻ സാധാരണയായി പോകാറുള്ള ആ വഴിയെ തൻ്റെ വീട്ടിലേക്ക് പോകാൻ താൻ സെലക്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആ വഴി അദ്ദേഹം സന്ദർശിക്കാൻ കടന്നു വരുമ്പോൾ സാധാരണയായി വളരെ നല്ല വഴിയായിരുന്ന ആ വഴിയിൽ വലിയ ഒരു കിടങ്ങ് ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്നത് അദ്ദേഹം കാണുവാനിടയായി. അദ്ദേഹം ഇങ്ങനെ അറിയാതെ കർത്താവിനെ സ്തുതിച്ചു. കർത്താവെ, അങ്ങനെ നടത്തുന്ന വിധങ്ങൾക്കായി ഒരു ഭയം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു വരാതെ ഓരോ യാത്രകളിലും എൻ്റെ കൂടെ ഇരുന്ന് അവിടെ നിന്ന് നടത്തുന്ന കൃപകൾക്കായി നന്ദി എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാനിടയായി. ഇന്നു രാത്രി ഈ പന്തലിനുള്ളിലായിരിക്കുന്ന ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നല്ല ശ്രോതാക്കളെ, ഇന്നു രാത്രി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനത്തെ ആഴമായി വിശ്വസിക്കുക. ഒരിക്കലും ഭയപ്പെടാൻ അനുവദിക്കാതെ നമ്മെ നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനത്തിൻ്റെ വരികൾ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. ശത്രുവേ തകർത്തവൻ